Set up a schedule and take action. നമ്മുടെ സമയം വളരെയധികം വിലപ്പെട്ടതാണ്. പക്ഷെ പലപ്പോഴും എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയാലും അത് പിന്നത്തേക്ക് മാറ്റിവെക്കും. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ബ്രെയിൻ നമ്മളെ എപ്പോഴും സേഫ് ആൻഡ് കംഫർട്ടബിൾ ആക്കുവാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കംഫർട്ട് സോണിലേക്ക് പോകുന്നത്. അതിനർത്ഥം നമുക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടല്ല, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് പ്രശ്നം. ഒരു റുട്ടീൻ സെറ്റപ്പ് ചെയ്യുക. റീഡിങ്ങിന് ഒരു ടൈം, മെഡിറ്റേഷന് ഒരു ടൈം, വർക്കൗട്ട്, പഠിക്കാൻ, സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ, സൈഡ് ഹസിൽ സെറ്റപ്പ് ചെയ്യാൻ, അങ്ങനെ എല്ലാത്തിനും ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഈവൻ ഫോൺ യൂസിന് പോലും ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഗെയിംസ്, റീൽസ്, ഇതിനൊക്കെ വേണ്ടി ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റീവ് ടൈം ഉണ്ട്. മോർണിംഗ് ആവാം, ഈവനിങ് ആവാം, നൂൺ ആകാം. പ്രൊഡക്റ്റീവ് ടൈം കണ്ടെത്തി അത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് വർക്കിനായി യൂസ് ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തെന്നാൽ ഷെഡ്യൂൾ ചെയ്താൽ മാത്രം പോരാ, ആക്ഷൻ എടുത്താലേ ചേഞ്ചസ് ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് പെർഫെക്റ്റായി എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണത്താൽ ബ്രേക്ക് വരാം, അത് നോർമലാണ്. പക്ഷെ അടുത്ത ദിവസം തിരിച്ച് ആക്ഷൻ എടുക്കണോ ഇല്ലയോ എന്നതാണ് റിയൽ ഗെയിം. അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു പവർഫുൾ തോട്ട് ഉണ്ട്. മിസ്സിംഗ് എ ഹാബിറ്റ് വൺസ് ഇസ് നോട്ട് എ പ്രോബ്ലം, മിസ്സിംഗ് ഇറ്റ് ട്വൈസ് ഇസ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ഹാബിറ്റ്. ഒരു ദിവസം സ്കെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല, പക്ഷേ രണ്ടാമത്തെ ദിവസവും അതേപോലെ സ്കിപ്പ് ചെയ്താൽ അത് ആക്സിഡന്റ് അല്ല, അതൊരു ചോയ്സ് ആണ്. കൺസിസ്റ്റൻസി ഒരിക്കലും പെർഫെക്ഷൻ അല്ല. നമ്മൾ നമ്മുടെ സമയത്തെ ഗ്രോത്തിനും ഹാപ്പിനെസിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലൈഫിനൊരു മീനിങ് ഉണ്ടാകും. ടൈം മാറിയാൽ ലൈഫ് ചേഞ്ച് ആകണമെന്നില്ല, നമ്മൾ എടുക്കുന്ന ആക്ഷനിലാണ് ലൈഫ് ചേഞ്ച് ആകുന്നത്.